ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, പരിശുദ്ധ അമ്മയുടെ മറ്റൊരു അത്ഭുതകരമായ ഇടപെടലാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഞാൻ പരിചയപ്പെടുത്തിയിരുന്നല്ലോ, ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ അറിയപ്പെടാത്ത അത്ഭുതങ്ങളാണിത്. ലൂക്കാസ് വിശേഷകൻ അമ്മയെ നേരിട്ട് കണ്ട് വരച്ച മാതാവിൻ്റെ ഒരു പടമാണ് ഷെസ്റ്റോക്കോവ മാതാവ്. ഖനി തൊഴിലാളികളായിരുന്നു വിലീഷ്കോയും മകൻ വൗഷിനും. ഒരു ദിവസം ഇരുവരും ജോലിക്കായിട്ട് ഖനിയിലുള്ളിലേക്ക് ഇറങ്ങി. അവരവരുടെ പണിയായുധങ്ങളുമായിട്ട് 60 മീറ്റർ താഴ്ചയുള്ള ഖനിയിലേക്ക് ഒറ്റ കയറിൽ തൂങ്ങി ഇറങ്ങിക്കൊണ്ടിരിക്കെ താഴെ എത്തും മുമ്പ് കയറ് പൊട്ടിപ്പോയി. ആ പിതാവും മകനും ഖനിയിലെ പാറക്കെട്ടിൽ വീണ് തകർന്ന് മരണപ്പെട്ടു. ജനം ഓടിക്കൂടി. ഹൃദയം നൊന്ത് കുടുംബാംഗങ്ങളും രക്ഷപ്പെടുത്താൻ പരക്കം പായുന്ന സ്നേഹിതരും. അങ്ങനെ എല്ലാവരും കൂടി ആലോചിച്ച് ആ ദേശത്തെ പർവ്വതാരോഹകരെ വിവരമറിയിച്ചു. പർവ്വതാരോഹകർ വന്ന് ഖനിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. ഏറെ നേരത്തെ കഠിനാധ്വാനത്തിനും കാത്തിരിപ്പിനു ശേഷം അപ്പൻ്റെയും മകൻ്റെയും മൃതദേഹം നോക്കാൻ കഴിയാത്ത വണ്ണം ഛിന്ന ഭിന്നമായി പോയി. അവരെല്ലാവരും കണ്ടവരൊക്കെ മുഖം തിരിച്ചു, തേങ്ങി കരഞ്ഞു. ഇനി മനുഷ്യർക്ക് ഒന്നും ചെയ്യാനില്ല. മനുഷ്യൻ നിസ്സഹായമായി പോകുന്ന ഇതുപോലുള്ള കുറേ നിമിഷങ്ങളുണ്ട്. ഇനി ഒന്നും ചെയ്യാനില്ല, എല്ലാം കൈവിട്ടു പോയി. ആ സമയത്താണ് ദൈവത്തിലേക്ക്, സ്വർഗത്തിലേക്ക് ചിലരെങ്കിലും കണ്ണുകൾ ഉയർത്തുക. പക്ഷേ ഈ പോളണ്ടിൻ്റെ സംരക്ഷകയായ ഷെസ്റ്റോക്കോവ രാജ്ഞിയെ അവർക്കെല്ലാവർക്കും നല്ല വിശ്വാസമാണ്. അവർ പറഞ്ഞു, അവരടിയുറച്ച കത്തോലിക്ക വിശ്വാസികളായ ആ പോളണ്ടുകാർ പറഞ്ഞു, നമ്മുടെ അഭയസങ്കേതമായ ഷെസ്റ്റോക്കോവ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. വിളിച്ചാൽ ഓടിയെത്തി സഹായിക്കുന്നവളാണ് ഷെസ്റ്റോക്കോവയിലെ രാജ്ഞി. അതുകൊണ്ട് അവരെല്ലാവരും ഷെസ്റ്റോക്കോവ രാജ്ഞി, ഞങ്ങളുടെ ഈ മക്കൾക്ക് ജീവൻ കൊടുക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഒന്നിച്ച് അവരവിടെ കൂടിയ എല്ലാവരും ഒന്നിച്ചുള്ള നിലവിളിയായിരുന്നത്. ഇങ്ങനെ മനുഷ്യർ ഒന്നിച്ച് നിലവിളിച്ചാൽ മാതാവിന് ഇരിക്കപ്പൊറുതി ഉണ്ടാകുമോ? പരിശുദ്ധ അമ്മ അവിടെ ഇറങ്ങി വന്നു. ഛിന്ന ഭിന്നമായി പോയി ഇവരുടെ ശരീരം കൂടിച്ചേർന്ന് അത്ഭുതകരമായി ജീവൻ ലഭിച്ച് അവർ ചാടി എഴുന്നേറ്റ് നിന്നു എന്നാണ് പറയുന്നത്. പിന്നെ അവിടെ ജനം മുഴുവൻ മുട്ടിന്മേൽ നിന്ന് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയായിരുന്നു. മരിയസ്തുതികൾ ആലപിക്കുകയും ചെയ്തു. അങ്ങനെ ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ കീർത്തിയും അത്ഭുത പ്രവർത്തന ശക്തിയുമൊക്കെ പെട്ടെന്ന് ലോകത്ത് വ്യാപിക്കുകയാണ്. അവരുടെ ദേശത്ത് യൂഥത്തിൻ്റെ പുസ്തകം 16:23 പറയുന്ന പോലെ അവളുടെ യശസ്സ് നിരന്തരം വർദ്ധിച്ചു വന്നു. ക്ലയർവോക്സിലെ വിശുദ്ധ ബെർണാർഡ് ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, അപകടത്തിൽ, ദുരിതത്തിൽ, അനിശ്ചിതത്വത്തിൽ പരിശുദ്ധ കന്യകാ മറിയത്തെ വിളിക്കുക. അവൾ ഒരിക്കലും നിങ്ങളുടെ അപേക്ഷ ഉപേക്ഷിക്കുകയില്ല, നിങ്ങളിൽ നിന്ന് അകന്നു പോകില്ല. അവളെ അനുകരിച്ചാൽ നിങ്ങൾ പതറില്ല, അവളോട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല. പരിശുദ്ധ മറിയത്തോട് ആലോചന ചോദിച്ചാൽ നിങ്ങൾക്ക് തെറ്റുപറ്റില്ല. അവൾ നിന്നെ താങ്ങിയാൽ നീ ഇടറുകയില്ല. അവൾ സംരക്ഷിച്ചാൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. അവൾ നിന്നെ നയിച്ചാൽ നീ ഒരിക്കലും പതറില്ല. അവൾ നിനക്ക് അനുകൂലമെങ്കിൽ നീ നിൻ്റെ ലക്ഷ്യം കൈവരിക്കും. ഷെസ്റ്റോക്കോവ മാതാവിനെക്കുറിച്ച് കാര്യമായൊന്നും അറിയാതിരുന്ന ഞാൻ ഇപ്പോൾ ഷെസ്റ്റോക്കോവയിലെ രാജ്ഞിയുടെ ഒരു ഭക്തയാണ്. കാര്യം പോളണ്ടിൻ്റെ രാജ്ഞിയാണെങ്കിലും പരിശുദ്ധ പിതാവ് ജോൺ പോൾ II മാർപ്പാപ്പ ഷെസ്റ്റോക്കോവയിലെ പരിശുദ്ധ ദൈവമാതാവിനായിട്ട് കത്തോലിക്ക സഭയെ സമർപ്പിക്കുകയും 2025 ഓഗസ്റ്റ് 26 ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ അമ്മയുടെ ശിരസിൽ കിരീടമണിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 26 ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ തിരുനാൾ. അത് ചരിത്രത്തിൽ നമ്മൾ വായിച്ചു കേട്ടപ്പോൾ അതിൻ്റെ കാരണം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഈ ഷെസ്റ്റോക്കോവയിലെ ചിത്രത്തിൻ്റെ അത്ഭുത ശക്തി ആധികാരികമായി അംഗീകരിച്ച് മാർപ്പാപ്പ 11 ക്ലെമൻ്റ് മാർപ്പാപ്പ സെപ്റ്റംബർ 8 അത് അപ്പസ്തോലിക പ്രമാണങ്ങളിലൂടെ മാതാവിനെ പരസ്യവണക്കത്തിന് പ്രതിഷ്ഠിച്ചു.
ഔദ്യോഗിക കിരീടധാരണത്തിനും ഉത്തരവിടുണ്ടായിട്ടുണ്ട്. പൊന്തിഫിക്കൽ കിരീടധാരണത്തിന് റോമിന് പുറത്ത് അർഹത നേടിയ മൂന്നാമത്തെ ദൈവമാതൃ ചിത്രമാണ് ഇത്. ആദ്യത്തേത് ക്രൊയേഷ്യയിൽ ട്രസാറ്റിലുള്ള പരിശുദ്ധ മാതാവിൻ്റെ ചിത്രവും രണ്ടാമത്തേത് സ്ലോവേനിയയിലെ മൗണ്ട് ഗുരീഷ്യയിലെ പരിശുദ്ധ കന്യകയുടെ ചിത്രവുമാണ്. 1717 11-ാം ക്ലെമന്റ് മാർപ്പാപ്പ ഷെസ്റ്റോക്കോവ മാതാവിന് ചാർത്തിയ കിരീടം 1909 ഒക്ടോബർ 2-ന് മോഷ്ടിക്കപ്പെട്ടതിനെ തുടർന്ന് 1910 മെയ് 22-ന് വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പ സമ്മാനിച്ചതാണ് ഇപ്പോൾ ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ ശിരസിനെ അലങ്കരിക്കുന്ന കിരീടം. ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയുടെ നാട്ടിലാണല്ലോ ഇത് സംഭവിച്ചിരിക്കുന്നത്. ആ നാടിൻ്റെ രാജ്ഞി എന്നാണ് അറിയപ്പെടുക. പക്ഷേ പാപ്പ അതിനെ കത്തോലിക്ക സഭയുടെ മാതാവായിട്ട് കത്തോലിക്ക സഭയ്ക്ക് ഈ ഷെസ്റ്റോക്കോവയിലെ രാജ്ഞിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയുടെ നഗരമായിട്ടുള്ള ക്രാക്കോവിലാണ് ഈ അത്ഭുത ചിത്രം. 1978 ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയും 2006 പാപ്പ ബെനഡിക്റ്റ് 16-ാമനും 2016 ഫ്രാൻസിസ് മാർപ്പാപ്പയും വത്തിക്കാൻ്റെ പരമോന്നത ബഹുമതിയായ സുവർണ റോസാ പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. അപ്പോൾ മാർപ്പാപ്പമാരും ഈ റോസാ പുഷ്പങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. ഈ ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ ചിത്രത്തിൽ കാണുന്നുണ്ട് ആ ഗൗണുണ്ടല്ലോ, മേലങ്കിയും കിരീടമൊക്കെ, അതിനൊക്കെ പ്രത്യേക അർത്ഥങ്ങളുണ്ട്. ഷെസ്റ്റോക്കോവ മാതാവിനെ 2 തരം വസ്ത്രങ്ങൾ കൊണ്ടാണ് അലങ്കരിക്കുക. ഒന്ന് വിലയേറിയ രത്നങ്ങളും വജ്രങ്ങളും കൊണ്ട് നിർമ്മിച്ചത്, മറ്റത് വർണ്ണാഭമായ മുത്തുകൾ കൊണ്ടുള്ളത്. അമൂല്യമായ ഈ രത്നഖചിത വസ്ത്രം പോളണ്ടിലെ സമ്പന്ന കുടുംബങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ രാജ്യത്തെ കർഷക വനിതകൾ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്താൽ ഏറെ നാളത്തെ കഠിനാധ്വാനത്തിലൂടെ നെയ്തെടുത്തതാണ് ഈ ശോഭയേറിയ മുത്തുകളാൽ അലങ്കൃതമായ പ്രത്യേക വസ്ത്രം. 2000 വർഷത്തോളം പഴക്കമുണ്ട് ഈ ചിത്രത്തിന്. കാരണം ലൂക്കാ സുവിശേഷകൻ നേരിട്ട് കണ്ട് വരച്ചതാണ്. ഇപ്പോൾ അത് ഇരുണ്ട നിറമായി. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ബ്ലാക്ക് മഡോണ എന്ന് വിളിക്കാറുണ്ട്. അത് പലതരത്തിലും അക്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗുഹകളിൽ ബങ്കറുകളിലൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ കോടിക്കണക്കിന് വിശ്വാസികൾ തൊട്ട് മെഴുതിരിയും വിളക്കുകളൊക്കെ കത്തിച്ച് അങ്ങനെ കാലാവസ്ഥാ വ്യതിയാനത്തിലുണ്ടായിട്ടുള്ള ഇതുകളും ഒക്കെ കൂടി മാതാവ് കറുത്ത നിറായി. അപ്പോൾ ഈ കറുത്ത മാതാവിനെ അവർ അങ്ങനെയാണ് വിളിക്കുന്നത്, ബ്ലാക്ക് മഡോണ, കറുത്ത മാതാവ്. പ്രിയ കൂട്ടുകാരെ, ഈ ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ അറിയപ്പെടാത്ത അത്ഭുതകരമായ കാര്യങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇന്ന് നമുക്ക് മാതാവിൻ്റെ കിരീടധാരണത്തിന് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. 22-ാം തീയതി കിരീടധാരണ രാജ്ഞീപദ തിരുനാൾ കഴിഞ്ഞാൽ 26-ാം തീയതിയാണ് ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ തിരുനാൾ വരുന്നത്. ഇപ്പോഴേ ഒരുങ്ങിക്കോളൂ. പോളണ്ടിൽ മാത്രമല്ല നമ്മുടെ നാട്ടിലും പരിശുദ്ധ അമ്മ അത്ഭുതങ്ങൾ നടത്തുന്നുണ്ട്. ഞാൻ പിന്നീട് പറഞ്ഞു തരാം. പരിശുദ്ധ പിതാവ് കത്തോലിക്ക സഭയെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ കത്തോലിക്ക സഭ വിശ്വാസികളാണ്. അതുകൊണ്ട് നമ്മുടെ അമ്മ ഷെസ്റ്റോക്കോവ രാജ്ഞി നമ്മളിലും പ്രവർത്തിക്കും. മാർപ്പാപ്പമാർ അർപ്പിച്ച കിരീടം നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ കൊച്ചു പ്രാർത്ഥനകൾ ആ കിരീടമായിട്ട് സമർപ്പിക്കുമ്പോൾ ഷെസ്റ്റോക്കോവ മാതാവിനെ അമ്മയുടെ ശിരസിൽ നമുക്കിത് വയ്ക്കാം. സ്വർഗഭൂലോകങ്ങളുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മ പല സ്ഥലത്തും ഇതുപോലെ രാജ്ഞിയായി പ്രത്യക്ഷപ്പെടുന്നു. ഓരോ അത്ഭുതങ്ങൾ നടത്തുന്നു. എന്തിനാണെന്നോ, അന്ത്യകാലത്ത് ഈശോയിലേക്ക്, പിതാവിലേക്ക് മനുഷ്യമക്കളെ നയിച്ചു കൊണ്ടുപോകാൻ വേണ്ടി മാത്രം. അമ്മയ്ക്ക് വേറെ പ്രത്യേക ലക്ഷ്യമൊന്നുമില്ല. ഇത് തന്നെയാണ് അമ്മയുടെ ലക്ഷ്യം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ ചിത്രം ഒന്നെടുത്ത് നോക്കിക്കേ. വജ്രങ്ങൾ പതിപ്പിച്ചതും അങ്ങനെ അത് സമ്പന്നർ കൊടുത്തത്, മുത്തുകൾ പതിപ്പിച്ചത് കർഷക വനിതകൾ കൊടുത്തത്. നമുക്ക് അമ്മയ്ക്ക് കർഷക വനിതകൾ കൊടുത്ത പോലെ മുത്തുകളെ കൊണ്ടുള്ളൊരു കിരീടം കൊടുക്കാം. ആ മുത്തുകൾ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന തിരുവചനമായിരിക്കട്ടെ. ആമേൻ.